ആദരണീയനായ ആദരണീയനായ MSFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട നവാസ്, പ്രിയപ്പെട്ട നജാഫ്, നേതാക്കന്മാരുടെ ഒരു നിരയുണ്ട് വേദിയിൽ. എല്ലാവരെയും അഭിവാദ്യം ചെയ്യാണ്. സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, മുനവർലി ശിഹാബ് തങ്ങൾ എവിടെയുണ്ട്, അമീദ് കണ്ട്, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യണം. അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹത്തെ ഇതുപോലൊരു രാത്രിയിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വെച്ച് തൻ്റെ കൃത്യനിർവഹണത്തിനിടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ അഹമ്മദ് സാഹിബ്, നാളെയാണ് ആ ദിവസം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് MSFൻ്റെ കഴിഞ്ഞകാല നേതാക്കന്മാർ ഇവിടെയുണ്ട്. MSF എന്ന് പറയുമ്പോൾ സുന്ദരമായ ഓർമ്മയിലൊരു മുഖമാണ് പ്രിയപ്പെട്ട PM ഹനീഫ്. ഇന്നിവിടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരാൾ. യൂത്ത് ലീഗിലെത്തിയിട്ടും MSFകാരനായി തന്നെ അതേ ആവേശത്തിൽ MSFൻ്റെ കൂടെ നടന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതവും അള്ളാഹു സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. സുന്ദരമായ ഒരു കാലത്തെ ചരിത്രത്തിലേക്ക് ചേർത്തു വെച്ചുവെന്ന് ഈ പുതിയ അല്ലെങ്കിൽ നിലവിലുള്ള പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന MSFകാർക്ക് സന്തോഷിക്കാം. അത്രയേറെ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്ക് അവർ പ്രവർത്തിക്കേണ്ട മേഖലയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് കാലയളവിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് അവർക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ അവരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഇവിടെ പറഞ്ഞു. 10 വർഷക്കാലമായി കേരളത്തിലെ ദുരിതപൂർണമായ ഒരു ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളാര് എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും, അത് വിദ്യാർത്ഥികളാണ്. നാളത്തെ തലമുറയുടെ ഭാഗധേയം നിർണ്ണയിക്കേണ്ടുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ആധുനിക കാലം ശീഘ്രവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വരുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാവാത്തവണ്ണമുള്ള വേഗതയുണ്ടതിന്. പക്ഷെ നമ്മുടെ നാട് ഒച്ചിഴയുന്നത് പോലെയാണ് പോകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും മാത്രമല്ല, പേരക്കുട്ടികളടക്കം 26 രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നാണ് വിവരാവകാശത്തിൽ പറയുന്നത്. 26 രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പോട്ട്. 26 രാജ്യം കണ്ടിട്ടും ഇയാൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതിലാണ് എനിക്ക് അത്ഭുതമുള്ളത്. എന്തെങ്കിലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ, നാട്ടിൽ ഒരു ഗുണം ഉണ്ടാവണ്ടേ? ആടങ്ങാടിയിൽ പോയതുപോലെയാണ് തിരിച്ചു വരുന്നത്. ഒരു കാര്യവുമില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഏതായാലും ഇല്ല. ലോകത്ത് നടക്കുന്ന ഒരു മാറ്റത്തിൻ്റെയും പ്രതിഫലനം നമ്മുടെ നാട്ടിലില്ല. അമേരിക്കയിൽ നിന്നൊരു കുട്ടി വന്ന് കേരളം കണ്ട് അതിശയിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്ന സഖാക്കളെയൊക്കെ സന്തോഷിപ്പിക്കാവുന്ന എന്താണ് ഒരു തമാശ കഥ, അതിശയ കഥ. എത്രയാണ് ആളുകൾ ട്രോളുന്നത്? നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, നമുക്ക് കൂടി അതൊരു കുറവല്ലേ? കേരളത്തിൽ കൊണ്ടുവരാൻ വന്ന ഒരു വലിയ പ്രോജക്റ്റിനെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അപ്പം വിൽക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. എത്രയാളും ട്രോൾ ചെയ്യത്. ഞാൻ
നിങ്ങളോട് ചോദിക്കുന്നത്, ഈ സർക്കാരിനോട് ഇന്നലെ ബജറ്റിന്റെ പ്രഖ്യാപനം മെനിഞ്ഞാന്നൊക്കെ ഉണ്ടായി. ബജറ്റ് വന്നു. അതിനകത്ത് ഈ നാട്ടിലെ അടിസ്ഥാന വർഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രവാസികളുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊരു വിദ്യാർത്ഥി സമ്മേളനമല്ലേ. ഡിഗ്രി സൗജന്യമാക്കി എന്നതാണ് ഈ ബജറ്റിലെ ഇത്തിരി മേന്മയുള്ള ഒരു പ്രഖ്യാപനമായി ഞാൻ കാണുന്നത്. ഞാൻ നിസ്സാരമായി കാണുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, അനുജത്യമാരോട്, സൗജന്യമായി ഡിഗ്രി പഠിക്കാൻ കഴിയാത്തതാണോ കേരളത്തിലെ പ്രശ്നം? അതല്ലല്ലോ ഇഷ്യൂ. ഇഷ്യൂ എന്തെന്ന് ചോദിച്ചാൽ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമല്ല കേരളത്തിലുള്ളത് എന്നതാണ്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഇല്ല. മാറ്റേണ്ടത് അതിനെ സൗജന്യമാക്കുകയല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ക്വാളിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുസൃതമായ തൊഴിൽ സാഹചര്യങ്ങൾ കൂടെ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാഭ്യാസത്തെ മാറ്റണം. ലോകത്ത് അങ്ങനെയാണ്. നിങ്ങൾ ഈ നടന്നു പോകുന്ന വഴികളിലൊക്കെ കാണുന്ന കേരളത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യമുണ്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പരസ്യമുണ്ട്. എന്താണ് ആ പരസ്യം? നിങ്ങളെ ആകർഷിപ്പിക്കുന്ന പരസ്യമാണ്. 21ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജീവിതത്തെ സെറ്റാക്കാം. അതാ പരസ്യം. 21ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജീവിതത്തെ സെറ്റാക്കാം. ഒരു കുട്ടിയുടെ സ്വപ്നം അങ്ങനെയാണ്. ഇപ്പോ പുതിയ കാലത്തിനനുസൃതമായി അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന പുതിയ കാലത്തിനനുസൃതമായ ഡിമാൻഡുകളുള്ള കോഴ്സുകൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സ്വകാര്യ മേഖലയിൽ. ഫലമെന്താണ്? ഫീസ് പ്രശ്നമല്ല. പഠിക്കാൻ പോകുന്നവരുടെ ഫീസിന് ഇല്ലായ്മയല്ല പഠിക്കാൻ അവർ യൂണിവേഴ്സിറ്റികളെ തെരഞ്ഞെടുക്കാത്തത്. കാലത്തിനനുസൃതമായ കോഴ്സുകൾ ഉണ്ടാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാലത്ത്, ഇത്രയേറെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാലത്ത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയുമോ? കലാലയത്തിന്റെ സ്ഥിതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം 35% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കേരളത്തിലെ മൊത്തം യൂണിവേഴ്സിറ്റികളിൽ 82,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കേരളത്തിലെ ധനകാര്യമന്ത്രിയോട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്? അവർക്ക് ഫീസ് കൊടുക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അന്യരാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് ഫീസിന്റെ കുറവ് കൊണ്ടല്ലോ. കേരളത്തിന്റെ ക്യാമ്പസിൽ പഠിക്കുന്നതിന്റെ 100 ഇരട്ടി വേണം. വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ 10 ഇരട്ടി വേണം. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ. ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസം സൗജന്യമാക്കിയാൽ മതിയോ? പുതിയ കാലത്തെ കുട്ടികൾ തെരഞ്ഞെടുക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച കരിക്കുലമുള്ള, ഏറ്റവും മികച്ച സിലബസുകൾ, ഏറ്റവും മികച്ച പാഠ്യപദ്ധതികളുള്ള സംവിധാനത്തെയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അന്യരാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ, നൂതനമായ കോഴ്സുകളുണ്ട്, മികച്ച കരിക്കുലമുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ബിരുദാനന്തര ബിരുദം എടുത്തു പഠിക്കുന്ന, അല്ലെങ്കിൽ അതിന് പഠിക്കുന്ന, സയൻസിന് പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിലെ എത്ര ലാബുകളുള്ള കോളേജുകളുണ്ട്, മികച്ച ലാബുള്ള കോളേജുകളുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ആലോചിക്കേണ്ട കാര്യമല്ലേ? ധനകാര്യമന്ത്രി ആലോചിക്കേണ്ട കാര്യമല്ലേ? നിലവിലുള്ള കോളേജുകളിൽ സയൻസിന് ഗ്രാജുവേഷന് പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ലാബുകൾ കൊടുക്കാൻ സംവിധാനമുണ്ടോ? അതിന് കഴിയുമോ? ഇവിടെ എത്രയോ കുട്ടികൾ, നിങ്ങൾക്കറിയാം, MA ഹിസ്റ്ററി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആവാനുള്ള ഒരു പരിജ്ഞാനം അവന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആവാൻ അതിനുള്ള പരിജ്ഞാനം കൊടുക്കുന്നുണ്ടോ? MA മലയാളം കഴിയുന്ന കുട്ടി, അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് കഴിയുന്ന കുട്ടി ഒരു കണ്ടന്റ് റൈറ്റിംഗ് ഒരു തൊഴിലാക്കി എടുക്കാവുന്ന പരിശീലനം അവൻ ലഭിക്കുന്നുണ്ടോ? കേരളത്തിൽ ആവശ്യം, ലോകത്ത് മുഴുവൻ നടക്കുന്ന മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ. കേരളത്തിൽ ആവശ്യമുള്ള വിദ്യാഭ്യാസ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ, തൊഴിൽ പഠിക്കാൻ കഴിയിക്കുന്ന കരിക്കുലം ഉണ്ടാവണമെന്നാണ്. കുട്ടികൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം. അതിന് കഴിയുന്ന ജോബുകൾ മാർക്കറ്റിൽ മികച്ച രീതിയിൽ അവർക്ക് ചെല്ലാൻ കഴിയുന്ന പ്ലേസുകൾ, അവിടെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയണം. എങ്കിൽ കടം വാങ്ങി പഠിപ്പിക്കും. ധനകാര്യമന്ത്രി ലോൺ എടുത്തു പഠിപ്പിക്കും. അങ്ങനെയാ പഠിപ്പിക്കുന്നത്, അങ്ങനെ ആളുകൾ തെരഞ്ഞെടുക്കുന്നത്. അതിനവർക്ക് പോകാൻ കഴിയും. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോഴ്സുകൾ പരിഷ്കരിക്കാതെ, നിങ്ങൾ കരിക്കുലത്തെ നന്നാക്കി എടുക്കാതെ സൗജന്യമായി ഈ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്.
കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന 4 വർഷത്തെ ഡിഗ്രി കോഴ്സിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആദ്യ ബാച്ച് പുറത്തിറങ്ങാനായല്ലോ. എന്താ കുട്ടികളുടെ സ്ഥിതി? അധ്യാപകന്മാർക്ക് വേണ്ട ഗൈഡൻസ് ഇല്ല. ഞാൻ ഈ അടുത്ത് ഒരു അധ്യാപക സംഘടനയുടെ പരിപാടികൾ സംബന്ധിക്കാൻ പോയപ്പോ ഹയർ സെക്കൻഡറി മേഖലയിൽ പറയുന്ന അധ്യാപകന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് ഇല്ല. കൊല്ലം ഇങ്ങനെ കഴിയാണ്. 3 കൊല്ലത്തെ ഡിഗ്രി കോഴ്സ് കഴിയുമ്പോഴും ഒരു തൊഴിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത കേരളത്തിന്റെ കരിക്കുലത്തിന്, കേരളത്തിന്റെ കോഴ്സുകൾക്ക് പിന്നെയും 1 വർഷം കൂടെ കൊടുക്കുമ്പോൾ ഏതു തരത്തിലുള്ള മികവുമായിട്ടാണ് 4 വർഷം കഴിയുന്ന ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ പുറത്തിറങ്ങുന്നത്? എന്താ അതിന്റെ സ്ഥിതി? ഞാൻ MSFന്റെ ഒരു സമ്മേളനമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, MSFകാരോട്, പ്രിയപ്പെട്ട കുട്ടികളോട്, നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കിയെടുക്കാൻ ഈ രാജ്യത്തോളമല്ല ലോകത്തോളം പറക്കാൻ കഴിയുന്ന സ്വപ്നങ്ങൾ കണ്ട ഒരു നാടാണിത്. CHനെ വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. കേരളത്തിന്റെ തെരുവുകളിൽ നമ്മൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ഭരണപരമായ ഒരു ബജറ്റിന്റെ ഭാഗമായി വന്ന ഒരു കേവലം ഇടപെടലല്ല, അത് സ്വപ്നമായിരുന്നു. സ്നേഹമുള്ള കുട്ടികളെ, നിങ്ങൾ അറിയണം, കേരള യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമ്പോ ആ യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് ഈ രാജ്യം കത്തെഴുതുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. എന്തിനാ വിളിക്കണമെന്നറിയോ? നിങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ VC ആയി വരണം, വൈസ് ചാൻസലറായിട്ട് വരണം. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്ക്, ഐൻസ്റ്റീൻ എഴുതിയ മറുപടി കത്തുണ്ട്. എനിക്ക് വരാൻ നിവൃത്തികേടുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഐൻസ്റ്റീൻ വരുമോ എന്നല്ല, കേരളത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ VC ആയി ഐൻസ്റ്റീൻ വരണമെന്ന് ആഗ്രഹിച്ച ഒരു തലമുറയുണ്ടായിരുന്നു നമുക്ക് മുന്നേ. അതിന് കഴിയുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കേരളക്കരയിൽ. എവിടേക്കാണ് നമ്മൾ പോണത്? MSFൽ പ്രവർത്തിക്കുന്ന കാലത്ത്, യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ കേരളത്തിലെ ഇടതുപക്ഷക്കാരന്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. പൊതുമേഖലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് അവൻ പറയുമ്പോൾ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ലേഖനങ്ങൾ വായിക്കാറുണ്ട്. അവർ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ താരതമ്യം ചെയ്തിരുന്നത് സ്കാൻഡിനേവിയൻ കൺട്രികളോടാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ്. എന്നാൽ രസകരമായ കാര്യം, നിലവിലുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തെ താരതമ്യപ്പെടുത്തുന്നത് തമിഴ്നാട്ടിനോടാണ്, ആന്ധ്രയോടാണ്, കർണാടകയോടെയാണ്. അതിനുപോലും താരതമ്യപ്പെടുത്താൻ മികച്ചതല്ല കേരളത്തിന്റെ കരിക്കുലം എന്ന് പറയുന്നത്, കേരളത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഫാറൂഖ് കോളേജ്, അവിടെ പലപ്പോഴും യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പഴയ MSFും യൂത്ത് ലീഗുമാകുന്ന സമയത്ത് പോകുമ്പോ അവിടെ കുട്ടികളെ കാണാം. വിദേശത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഫാറൂഖ് കോളേജിൽ ഉണ്ടായിരുന്നു. അഭിവന്ദനായ മുനവറലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് വിദേശത്ത് നിന്ന് ഫറൂഖ് കോളേജിൽ പഠിച്ച വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മികച്ച കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്ക് സംഭവിച്ചത് എന്താണ്? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം നിങ്ങൾ വരുത്തിയ മാറ്റം എന്തെന്നറിയുമോ? വിദേശികൾ പോവട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് പോലും ഒരുത്തൻ ഇങ്ങോട്ട് വരാത്തവണ്ണം, നിങ്ങൾ ഈ പറയുന്ന ആന്ധ്രയിൽ നിന്ന് പോലും ഒരുത്തൻ തെരഞ്ഞെടുക്കാൻ പറ്റാത്തവണ്ണം മികവില്ലാത്ത യൂണിവേഴ്സിറ്റികളാക്കി കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളെ മാറ്റി. ഞാൻ ഈ അടുത്തൊരു ചർച്ച വന്നപ്പോൾ പറഞ്ഞു, ഒരു ഇടതുപക്ഷത്തിന്റെ കൺസെപ്റ്റ് പോലും എങ്ങനെയാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണമെന്നാണ്. എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ലക്ഷണം എന്ന് പറയുന്നത്? 3 കാര്യമാണ്. ഒന്ന് എഡ്യൂക്കേഷൻ ആണ്, മറ്റൊന്ന് ഹെൽത്ത് ആണ്, മറ്റൊന്ന് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഇതുപോലെ കേരളമായ ഒരു കാലമുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിന്റെ മേഖലയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും എടുക്കപ്പെട്ടു. ഞാൻ ഇത് പറയുന്നത് 10 കൊല്ലത്തെ ഇടതുപക്ഷത്തെ കുറിച്ച് മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ആയാലും UDF ആയാലും ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകളായാലും സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായോ MSFകാരൻ ഉയർത്തേണ്ടുന്ന പ്രശ്നമായോ ഞാൻ നിങ്ങളോട് പറയുന്നു. വിദ്യാഭ്യാസ മേഖല ഇവിടുത്തെ സ്വകാര്യ മേഖലയിൽ ഇവിടുത്തെ മുതലാളിമാർ കച്ചവടത്തിന് ഉപയോഗിക്കേണ്ട മേഖലയല്ല വിദ്യാഭ്യാസം. ഈ രാജ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു തലമുറയെ പടച്ചെടുക്കേണ്ടുന്ന മേഖലയാണ്. അത് വേറെ കച്ചവടം പോലെയല്ല, അത് വ്യവസായം പോലെയല്ല. ഈ രാജ്യത്തിന്റെ സർവീസ് ഉണ്ടാകണം അവിടെ. ഈ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന്റെ സർവീസ് ഉണ്ടാകണം. സോഷ്യൽ ജസ്റ്റിസിൽ രാജ്യത്തിന്റെ സർവീസ് ഉണ്ടാകണം. നടക്കാൻ കഴിയാത്തവന് വേണ്ടി, കണ്ണു കാണാത്തവന് വേണ്ടി, ബെഡ്റെഡനായി പോയവന് വേണ്ടി സംസാരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാകാം. അവിടങ്ങളിലൊക്കെ അവർക്ക് കൊടുക്കുന്ന പരിഗണന എന്താണ്? ഒരു ആഫ്രിക്കൻ രാജ്യമായ ബ്ലൂ ഫണ്ടൈനിൽ, സൗത്ത് ആഫ്രിക്കയുടെ അടുത്തുള്ള ബ്ലൂ ഫണ്ടൈനിൽ പോയത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവിടെ ജോയ്സ്റ്റിക്കിന് ട്രാക്കുകളുണ്ട് റോട്ടിൽ. ഞാൻ ചോദിച്ചു, എത്ര ആളുകൾ ഇവിടെ ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരുണ്ട്? ആ നഗരത്തിൽ ആകെയുള്ളത് 21 പേരാണ്. 21 പേർ മാത്രമുള്ള ഒരു നഗരത്തിൽ
ബ്ലൂഫണ്ടൈൻ എന്ന് പറയുന്ന സിറ്റിയിൽ അവർ ജോയ്സ്റ്റിക്കിന് ട്രാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ലോകം ബഹുമാനിക്കും ഒരു രാജ്യത്തിന്റെ യശസ് എന്ന് പറയുന്നത്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു വെൽഫെയർ കൺട്രി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷന് പ്രാധാന്യം ഉണ്ടാകണം, ആരോഗ്യത്തിന് പ്രാധാന്യം ഉണ്ടാകണം, സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം ഉണ്ടാകണം. നിർഭാഗ്യവശാൽ ഈ 10 കൊല്ലത്തെ നിങ്ങളുടെ സർക്കാരിനെ നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മേഖലയിൽ എവിടെയും നിങ്ങളില്ല. ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞ ഒരു തമാശയുണ്ട്. ന്യൂ നോർമൽ ബജറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ബജറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയോ? ഞാൻ ഗഫൂറൊക്കെ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തപ്പോ ആ ബജറ്റിന്റെ കാര്യങ്ങളിൽ വലിയ രസമുള്ള കാര്യമുണ്ട്. പറയേണ്ടത് ന്യൂ നോർമൽ ബജറ്റ് എന്നല്ല, ഡെലൂലു ബജറ്റ് എന്നാണ്. ഡെലൂലു ബജറ്റാണ്. സർവമായ, ഇപ്പൊ മനസ്സിലാവുമല്ലോ, മലയാളത്തിലൊരു സിനിമല്ലേ സർവമായ. അല്ലാതെ ഇതിനകത്ത് ഒരു ന്യൂ നോർമലും ഇല്ല. ജെൻസി പിള്ളേര് കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ നമ്മളുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഡെലൂലു ഈസ് നോട്ട് ദ സൊലൂലു. ഞാൻ കേരളത്തിലെ ധനകാര്യമന്ത്രിയോട് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഡെലൂലു ഈസ് നോട്ട് ദ സൊലൂലു. ഇത് പരിഹാരമല്ല, നിങ്ങളെ ഈ തട്ടിപ്പ് പരിഹാരമല്ല. അത് വരും, ഇത് കിട്ടും, അപ്പോ അത് കൊടുക്കും, അപ്പോ ഇതിങ്ങോട്ട് ചെയ്യാം. ഇതിന് ബജറ്റ് എന്ന് പറയില്ല. ഇതൊരു സ്വപ്നം കാണലാണ്, ഇതൊരു സർവമായാണ്, ഇത് ഡെലൂഷൻ. നിങ്ങള് കേന്ദ്രം തരുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് കേന്ദ്രം തരില്ല, പൊതുകടം വാങ്ങുമെന്നാണ്. 4 ലക്ഷം കോടി MSFകാരെ ഞങ്ങൾക്ക് പ്രസംഗിച്ചങ്ങ് പോയാൽ മതി, ലീഗുകാരാണ്, ഞങ്ങളെ സമയമൊക്കെ കഴിയാനാവുകയാണ്. പക്ഷെ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ പേരിൽ കേരളത്തിൽ കിടക്കുന്ന കടം 4 ലക്ഷം കോടിയാണ്. 4 ലക്ഷം കോടി. എന്നിട്ട് പിന്നെയും ഉളുപ്പില്ലാതെ കടം വാങ്ങുന്നതിനെ കുറിച്ചാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച അവരുടെ ബജറ്റിൽ പറയുന്നത്. ഇത് എവിടെയാണ് നമ്മുടെ രാഷ്ട്രീയം, എവിടെ നിൽക്കുന്നു എന്ന്, എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥയെന്ന് നിങ്ങൾ ഈ തട്ടിപ്പുകൾ കൊണ്ടൊന്നും ജനം നിരീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ക്രമസമാധാനം എന്താണ്? രാജ്യത്തിന്റെ മതസൗഹാർദ്ദം എന്താണ്? രാജ്യത്തെ അഴിമതി നടത്തുന്നവർ ആരൊക്കെയാണ്? ഗവൺമെന്റ് സ്വജനപക്ഷപാതം നടത്തുന്നുണ്ടോ? മക്കളും കുടുംബവും ഒക്കെ അധികാരം ഉപയോഗിച്ച് സമ്പാദിച്ചു കൂട്ടുന്നുണ്ടോ? ധനകാര്യമന്ത്രി, ഇതൊക്കെയും ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സർവമായ ബജറ്റ് കൊണ്ടുവന്നിട്ട് അതിനെ മറികടക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജനങ്ങളെ മായ്ച്ചു കളയാൻ നിങ്ങൾ പല തട്ടിപ്പ് എടുത്തു നോക്കിയവരാണ്. വീട്ടിൽ പോയിട്ട് പാത്രം കഴുകുന്ന പണി വരെ നിങ്ങൾ എടുത്തു ഇല്ലേ? പാത്രം കഴുകാൻ MA ബേബി പോയിട്ട് ഇങ്ങനെ പാത്രം കഴുകുകയാണ്. അപ്പൊ അടുത്തുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കണ്, വീട്ടുകാരി. അവര് പറയാണ് പാത്രം കഴുകിയിട്ട് എന്താണ്, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇടണമെങ്കിൽ അരിക്ക് എന്താ വില. ബേബിന്റെ പാത്രം കഴുകലിന് നിന്നുപോയി. അപ്പോഴത് വേറൊരു സഖാവ് പച്ചക്കറി അരിയുന്നുണ്ട്. അവനോട് ആ വീട്ടുകാരി പോയി പറയാണ് ശ്രദ്ധിച്ചരിയണം, ഭയങ്കര വിലയാണ്. ഒരു ട്രോളിലുണ്ട്, ഒരു സഖാവ് ഒരു വീട്ടിൽ പോയിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടുകാരി പറയാണ് ഉള്ളി അരിയുമ്പോൾ എൻ്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. നിനക്ക് ഉള്ളി അരിയുമ്പോഴല്ലേ കണ്ണിന്ന് വെള്ളം വരുന്നത്, ഞാനത് വാങ്ങുമ്പോഴാണ് വില കേട്ടിട്ട് കണ്ണിന്ന് വെള്ളം വരുന്നത് എന്നാണ്. ഈ രാജ്യത്ത് നിങ്ങളുടെ ഒരു തട്ടിപ്പും നടക്കൂല. സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഇവിടുത്തെ വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല, ഈ ഇരിക്കുന്ന ജെൻസി കുട്ടികളുടെ ട്രോളുകളാണ്. അവര് വിലയിരുത്താൻ രാഷ്ട്രീയത്തെ കൃത്യമായി അവർ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. രാംദാസ് അത്താവാല എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. അയാൾ അതിനിടെ കൂടെ കേരളത്തിൽ കൂടെ വന്നിട്ടൊരു പോക്ക് പോയി. അയാൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ ക്ഷണിക്കുന്നു ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ നല്ലൊരു മനുഷ്യനാണ്, ഞങ്ങളെ മഹാരാഷ്ട്രയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആരെയും മറുപടി പറഞ്ഞോ? ഈ രാംദാസ് അത്തേവാലക്ക് തലക്ക് വെളിവില്ല, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയോ? തെറി കൊണ്ട് അഭിഷേകം നടത്തുന്ന ഈ ഇടതുപക്ഷത്തിന്റെ സൈബർ വിങ്ങിൽ ആരെങ്കിലും അയാളെ കുറ്റം പറഞ്ഞോ? ആരും അറിയാത്ത അന്തർധാരകളുണ്ട്. നിങ്ങളെ ഈ പൊട്ട ബജറ്റുകൾ കൊണ്ടുവന്ന് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടുകളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അങ്ങനെ കരുതരുത്. അതിന് ഷാജിയെ കരുവാക്കിയിട്ട് കാര്യമില്ല, ലീഗിനെ കരുവാക്കിയിട്ട് കാര്യമില്ല. 2021 ഡിസംബറിലാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു പ്രസംഗം നടക്കുന്നത് പാർട്ടിയുടെ. എന്താ വിഷയം? അത്
വഖഫ് വിഷയമാണ്. ആ വിഷയത്തിൽ നടന്ന പ്രസംഗത്തെയാണ് 4 കൊല്ലം കഴിഞ്ഞിട്ട്, സന്ദർഭം ഏതാണ്? ഞാൻ പറഞ്ഞ പോലെ 2021 ഡിസംബർ. ഏതാ സന്ദർഭം എന്നറിയോ? സംഘി ഭരണകൂടം വഖഫിനുമേൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടെടുത്തപ്പോൾ അതിനനുകൂലമായി കേരളത്തിലെ ഗവൺമെന്റും വഖഫിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിച്ചു. അവിടെയാണ്. ആ സമയത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. നജാഫും അതുപോലെ തന്നെ ഇവിടുന്ന് നേരത്തെ നവാസും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. എന്താണെന്നറിയാം സമയത്തിന്റെ പ്രത്യേകത? അന്ന് ഫാറൂഖ് കോളേജിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. MSF അത് വലിച്ചു കീറി വലിയ ഇഷ്യൂ ആയി. 2 പേർ, ഒരു സ്ത്രീയും പുരുഷനും ഇണചേരുന്ന ചിത്രം വെച്ച് അവർ പറഞ്ഞു ക്യാമ്പസ് എല്ലാ മതിൽക്കെട്ടുകളെയും തകർക്കുന്ന ഒരിടമാണ്. കേരളത്തിന്റെ ക്യാമ്പസുകൾ മുഴുവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കീഴിൽ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിരവധി ക്യാമ്പസുകളിൽ ആർട്സ് കോളേജിലടക്കം ഏറ്റവും മ്ലേച്ഛമായ ചിത്രങ്ങൾ നിറച്ചു അന്ന് SFI. ക്യാമ്പസിനകത്തൊക്കെ ലിബറലിസത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു. കുട്ടികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഫാറൂഖ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പള് ഒരു സ്ത്രീയാണ്. അവരൊരു പത്രസമ്മേളനം നടത്തി. ഈ ക്യാമ്പസിനകത്ത് അതിഭീകരമായ ലൈംഗിക അരാജകത്വം നടക്കുന്നുണ്ട്. ഇതാണ് വാക്ക്. അതിമാരകമാം വിധത്തിൽ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ട്. തടുക്കാൻ ചെന്ന എന്നോട്, പ്രിൻസിപ്പളിനോട്, വേണമെങ്കിൽ ലൈവ് ഷോ കാണിക്കാം എന്ന് പറഞ്ഞു SFI കാരൻ. മണിക്കൂറുകൾക്കകം ആ പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ ക്യാമ്പസുകളെ അപകടപ്പെടുത്തുന്ന ഒരു കാലത്താണ് ആ സമ്മേളനം നടക്കുന്നത്. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം എന്ന് SFI കാരൻ വിളിച്ചു പറയുന്ന ഒരു കാലം. മതമില്ലാത്ത ജീവൻ കൊണ്ടുവന്ന് കുട്ടികളുടെ വിശ്വാസത്തെ തകർക്കാൻ 99% വിശ്വാസികൾ പാർക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ ഖജനാവ് ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. എല്ലാവരുടെയും പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, ക്രിസ്ത്യാനികളുടെ അല്ല, ഇന്ത്യയിലെ വിശ്വാസികളുടെ. മതപുരോഹിതന്മാരെ ആക്രമിച്ചു. യേശുവിലല്ല, കീശയിലാണ് നോട്ടം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഏറ്റവും സ്തുത്യർഹമായ പങ്കുവഹിച്ച ക്രിസ്തീയ പുരോഹിതന്മാരെ ആക്ഷേപിക്കാൻ MA ബേബി നാവ് തുറന്നു സംസാരിച്ചു. 7ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത മതം എന്ന് പറഞ്ഞിട്ട് മതമെന്നാൽ പിന്തിരിപ്പനാണ്, മതമെന്നാൽ പരിഹാസ്യതയാണ്, മതമെന്നാൽ വെറുക്കേണ്ടതാണ് എന്ന് ക്യാമ്പസുകളെ പഠിപ്പിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് SFI കാരന്റെ മറവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മതം അങ്ങനെ വെറുക്കപ്പെടേണ്ട കാര്യമല്ല. മതം അങ്ങനെ നിങ്ങൾക്ക് ഒരു പിന്തിരിപ്പൻ കാര്യമല്ല. ലോകത്തിലെ കോടാനുകോടി മനുഷ്യരുടെ അനുഭവമാണ്, ജീവിച്ചിരിക്കുന്നവരുടെ, മരിച്ചുപോയവരുടെ അനുഭവമാണ് സ്നേഹമുള്ളവരെ മതം എന്ന് പറയുന്നത്. അത് നമ്മളെ എന്തിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്? നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക്കായി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് മതം. നേരോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് മതം. തനിച്ചല്ല എന്ന് നമ്മൾ പിന്നെയും നിങ്ങൾക്കൊരാളുണ്ട്. വിഷമിക്കുമ്പോ, സങ്കടപ്പെടുമ്പോ, ആരുമില്ലെന്ന് വിചാരിക്കുമ്പോ നിനക്ക് സംസാരിക്കാൻ അങ്ങ് ആകാശത്ത് ഈശ്വരനുണ്ട്, അള്ളാഹു ഉണ്ട്, യേശുവുണ്ട്. ഭയപ്പെടല്ലേ എന്ന് മനുഷ്യനെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന വിശ്വാസമാണ്. വിശ്വാസം മനുഷ്യന് ഒരു ആശ്വാസമാണ്. വിശ്വാസമില്ലായ്മ, അതില്ലാതെ പോവുക, രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് അറിയോ? സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. വിശ്വാസിയുടെ ജീവിതവും വിശ്വാസമില്ലാത്തവന്റെ ജീവിതവും തമ്മിലുള്ള ഒരു സിമ്പിൾ കാര്യം പറയാം. നിങ്ങൾ വിശ്വാസിയാണോ? ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവും. എല്ലാം അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്യും എല്ലാം. എന്നാൽ വിശ്വാസമല്ല. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ഒരു വിശ്വാസി ശബരിമലയിലേക്ക് പോവാണ്. ശബരിമലയിൽ 41 ദിവസത്തെ വ്രതമെടുത്ത് 18ാം പടി കയറി പഞ്ചശുദ്ധി വരുത്തി അവൻ ചെന്നിട്ട് അയ്യപ്പന്റെ ദർശനം അവന് കിട്ടുമ്പോഴുണ്ടല്ലോ, അവൻ നോറ്റ് സമ്പാദിച്ചുണ്ടാക്കിയ എത്രയാ പൊന്നിന്റെ ഒക്കെ വില അല്ലേ? ആ പൊന്നിന്റെ മാല അയ്യപ്പ ഭക്തിയുടെ മൂർധന്യത്തിൽ വലിച്ചിങ്ങ് പൊട്ടിക്കും. എന്നിട്ടൊരു ലാഭേച്ഛയമില്ലാതെ കാണിക്കയിടും. അതാണ് വിശ്വാസി. എന്തായാലും അവിശ്വാസിയോ?
അവനിട്ട സ്വർണ്ണമാല ഒരു ഉളുപ്പില്ലാതെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. രണ്ടു തമ്മിലുള്ള വ്യത്യാസത. അവനൊരു കമ്മിറ്റ്മെന്റും ഇല്ല. ഞാൻ ഒരുപാട് വിശദീകരണം പറയണില്ല. വിശ്വാസി എല്ലാത്തിനും സാക്രിഫൈസ് ചെയ്യും, എല്ലാത്തിനും, ഏതു കാര്യത്തിനും. എന്തിനാ ചെയ്യാതിരിക്കുക? നിങ്ങൾ കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പാട്ടുപാടാം, മതമല്ല, പൊരിയുന്ന വയറാണ്, ഒക്കെ പറയാം, ആക്ഷേപമില്ല. പക്ഷേ ഇവിടുത്തെ കോടാനുകോടി മനുഷ്യർക്ക് ധനകാര്യമന്ത്രി, അവർക്കൊരു ബദൽ രാഷ്ട്രീയമുണ്ട്. ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ ഒരു ചാനൽ കൊടുത്തത് ധനകാര്യമന്ത്രി വ്യക്തിപരമായിട്ടല്ല, ഓരോ മനുഷ്യനും ബാധ്യതയുണ്ട്. നിങ്ങൾ കുട്ടികളോട് ഞാൻ പറയട്ടെ, ഈ വിശപ്പിന് രണ്ട് എൻറ്റിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, വിശപ്പ് നിങ്ങളുടെ ശാരീരിക പ്രശ്നമാണ്. രണ്ടാമത്, വിശപ്പ് നിങ്ങളുടെ ആത്മീയ പ്രശ്നമാണ്. അതെങ്ങനെ വിശപ്പ് ആത്മീയ പ്രശ്നമാവുക? എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ വിശക്കുമ്പോൾ നിങ്ങൾക്ക് തലവേദന എടുക്കും, നിങ്ങൾക്ക് വിശക്കുമ്പോൾ BP കയറും, BP ലോ ആവും, നിങ്ങളുടെ ഷുഗർ ബാധിക്കും, തല ചുറ്റും, അല്ലേ? എന്നാൽ കേട്ടോളൂ, വിശന്നിട്ട് നിങ്ങൾ മരിച്ചു പോയാലും അതിൻ്റെ പേരിൽ നിങ്ങൾ സ്വർഗം നഷ്ടപ്പെടൂല. ഉറപ്പ് പറയുന്നത് അല്ലാഹുവാണ്, ദൈവമാണ്, ഈശ്വരനാണ്. എന്നാൽ അയൽവക്കത്തൊരുത്തൻ വിശന്നിട്ട് മരിച്ചു പോയാൽ ആ ഒറ്റ കാരണം കൊണ്ട് നിനക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ ബാധ്യത അതാണ്. അവന് റെമഡി ഉണ്ട്, വെറും വിശ്വാസമല്ല. അവൻ സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം. അവന്റെ അരികത്താരെങ്കിലും ഒന്ന് വിശന്നിരുന്നാൽ അവന്റെ വിശപ്പ് നോക്കണം. അന്നദാനം മഹാദാനം ഹൈന്ദവ സമൂഹത്തിനകത്തുള്ള അവരുടെ വിശ്വാസ പ്രമാണമാണ്. ഒരു അപ്പം മുറിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിൾ മനോഹരമായി പറയുന്നുണ്ട്. അത് വിശ്വാസാണ്. നിങ്ങൾ ഈ കുട്ടികളോട് പറയാണ്, മതം മോശാണ്, SFIയിൽ വരൂ, എല്ലാ മതിൽക്കെട്ടുകളും തകർത്തോളൂ. അത് ശരിയാണോ? പാടുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചരിത്ര കുതുകികളായ വിദ്യാർത്ഥികളോട്. ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് 7-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത മതം എന്നാണ്. 7-ാം നൂറ്റാണ്ട് എത്ര പോകണം എന്ന് ഞാൻ ചോദിക്കട്ടെ. പോൾപോട്ട് മരിച്ചത് 70കളിലാണ്. ഞാൻ കംബോഡിയയിൽ പോയപ്പോ പോൾപോട്ടിന്റെ കില്ലിംഗ് ഫീൽഡിൽ പോയി. നിങ്ങൾ പോയി കാണണം. 6 നിലയോളമുള്ള കെട്ടിടത്തിൽ മുഴുവൻ മനുഷ്യന്റെ തലയോട്ടിയാണ്. അവിടുത്തെ ഗൈഡ് കാണിച്ചു തരും എല്ലാ തലയോട്ടിക്കുമുള്ള പ്രത്യേകത എന്തെന്നറിയുമോ? ഇവിടെയാണ് പൊട്ടിയിട്ടുണ്ടാവുക. നേരെ മുമ്പിൽ പിടിച്ചു നിർത്തി ആമർ കൊണ്ട് അടിച്ചു കൊന്നതാണ്. 5-8 നിലയുള്ള കെട്ടിടം മുഴുവൻ മനുഷ്യന്റെ തലയോട്ടി. അവർ ചെല്ലുമ്പോൾ അവര് ഒരു ഇയർഫോൺ നമ്മളുടെ ചെവിയിൽ തിരുകും. ഓരോ സ്ഥലത്തെത്തുമ്പോൾ പറയും, നമ്പർ 1 സ്വിച്ച് ഇടുക, എന്താണതെന്ന് പറയും. ഒരു സ്ഥലത്തെത്തുമ്പോ കില്ലിംഗ് ട്രീ എന്നാണ് പേര്. ആർത്ത് കരയുന്ന ഒരു കുഞ്ഞിന്റെയും അച്ഛന്റെയും ശബ്ദമുണ്ട്. തൊട്ടപ്പുറത്തെ മരത്തിന്റെ മറവിൽ അമ്മയെ ഇരുത്തിയിട്ട് മ്യൂസിക് ഇടും. ഇപ്പുറത്ത് മക്കളെ കാല് പിടിച്ചിട്ട് മരത്തിലടിച്ചു കൊല്ലും കമ്മ്യൂണിസ്റ്റുകാരാ. ഇത് 7-ാം നൂറ്റാണ്ടിലല്ല, ഈ നൂറ്റാണ്ടിലെ, ഈ ചരിത്രത്തിൽ ഞാൻ അടക്കമുള്ള ഒരു തലമുറ ജീവിച്ച കാലത്ത് മരിച്ചുപോയ പോൾപോട്ടിന്റെ കഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദക്ഷിണ കൊറിയയിലെ കിം ജോങ് ഉൻ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഭീകരനായ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ബോസ്നിയയുണ്ട്, ചെച്നിയയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. എന്റെ സഖാക്കളെ, ടിയാൻമെൻ സ്ക്വയർ ലോകത്തിലെ ഹിന്ദു രാജ്യമായ നേപ്പാളിലല്ല, മുസ്ലിം രാജ്യമായ സൗദിയിലല്ല, ക്രൈസ്തവ രാജ്യമായിട്ടുള്ള റോമിലുമല്ല, ചൈനയിലാണ്. ലോകത്തിലെ എത്ര രാജ്യങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ഈ തലമുറയിലെ കുട്ടികൾക്ക് കഴിയും. എന്നിട്ട് പറയാണ്, മതമില്ലാത്രേ. എന്താ പറയണത്? ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം. എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾക്ക് രാജ്യത്തെക്കുറിച്ച് അറിയില്ല. ഇത് ഇന്ത്യയാണ്. 980കൾ എത്തിയപ്പോഴാണ് നിങ്ങൾ ഇന്ത്യയുടെ പതാക പാർട്ടി ഓഫീസിൽ കുത്താൻ തുടങ്ങിയത്. എന്നാ അറിഞ്ഞോ? ഈ രാഷ്ട്രത്തിന്റെ പിതാവ് ഗാന്ധിജിയാണ്. മെനഞ്ഞാന്ന് ഗാന്ധിജി, നേരത്തെ മുനവർതങ്ങൾ പറഞ്ഞു, ഗാന്ധിജി മരിച്ച ദിവസമാണ്, കൊല്ലപ്പെട്ട ദിവസമാണ്, അല്ലേ? ആ മനുഷ്യൻ അവസാനം എങ്ങനെയാ കൊല്ലപ്പെട്ടത്? നാഥുറാം വിനായക് ഗോഡ്സെ വെടി ഉതിർത്തിട്ട് ആ എല്ലിച്ച ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന സമയം അദ്ദേഹം ചൊല്ലിയത് എന്താണ്? റാം റാം എന്നാണ്. ഇന്ത്യ കണ്ട ഏറ്റവും സനാതനനായ ഹിന്ദു.
ഏറ്റവും സനാതനനായ ഹിന്ദു ഗാന്ധിജി വിശ്വാസിയാണ്. ഹിന്ദു മതവിശ്വാസത്തിൽ അടിയുറച്ച മനുഷ്യൻ. കമ്മ്യൂണിസ്റ്റുകാരൻ അത്ഭുതമാണ്. ഒരു ഹിന്ദു എങ്ങനെയാണ് ഇത്ര വലിയ മനുഷ്യനാവുക? അല്ലേ, ഇത്ര വലിയ മനുഷ്യനാവുക? കമ്മ്യൂണിസ്റ്റുകാരാ ഡോക്ടർ അബുൽ കലാം ആസാദ് വിശ്വാസിയായ പ്രാക്ടിക്കൽ മുസ്ലിമാണ്. എങ്ങനെയാണ് ലോകത്തിന്റെ മുമ്പിൽ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്ന ആസാദ് എങ്ങനെ മുസ്ലിം ആകുന്നു എന്ന് നിനക്ക് സംശയമുണ്ടാവും. കാരണം നീ ഇതിന്റെ വെളിച്ചം കിട്ടാതെ പോയവനാണ്. നിനക്ക് ഇന്ത്യ അറിയില്ല. വർഗീയതയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കുറിച്ചാണ്. ഞാൻ MSF-കാരോട് പറയട്ടെ, നമ്മെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ. അതിന്റെ പ്രതികാരത്തിന്റെ ഭാഗമായി പോലും നിങ്ങളുടെ നാവിൽ നിന്ന്, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലെ പ്രതികരണങ്ങളിൽ നിന്ന് മറ്റൊരു മതത്തെയും അപകടപ്പെടുത്തുന്ന ഒരു വാക്ക് പറയരുത്. എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾക്ക്? അതീ പറയുന്ന കള്ള കമ്മ്യൂണിസ്റ്റുകളെ പേടിച്ചിട്ടല്ല, നിന്റെ വിശ്വാസത്തിന്റെ ലംഘനമാകും അത്. അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഒരു മതത്തെയും അപമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒരു മതത്തെയും മോശമായി പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെ പറയാൻ പാടില്ല. കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങളെ ആക്ഷേപിക്കാനാണെങ്കിലും സഖാവ് പിണറായി വിജയൻ പറഞ്ഞോ CH-നെ കുറിച്ച്? എന്നാ കേട്ടോ, കേരളത്തിലെ ഏറ്റവും കേരളം കണ്ട എക്കാലത്തെയും സാമുദായികവാദി ആരെന്ന് ചോദിച്ചാൽ അത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ഞങ്ങളുടെ നേതാവാണ് പിണറായി വിജയ. എന്തിനാ നേതാവാക്കി കൊണ്ടു നടക്കുന്നത് അറിയോ? അദ്ദേഹം പോയ സമ്മേളനത്തിൽ മാത്രമല്ല, എവിടെയും പറഞ്ഞിട്ടുണ്ട്, എന്റെ സമുദായത്തിന്റെ തലമുടി നാരിട അവകാശം വിട്ടു തരില്ല എന്നല്ല, മാത്രമല്ല മറ്റൊരാളുടെയും തലമുടി നാരിട അവകാശം ഞങ്ങൾ പിടിച്ചു വാങ്ങില്ല എന്ന്. CH-ന്റെ അനുയായികളാ ഞങ്ങള്. അറിയില്ലേ, അദ്ദേഹത്തെ പോലെ സംസാരിച്ചവരാരുണ്ട് ഇവിടെ? അദ്ദേഹത്തെ പോലെ. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, മതം നിങ്ങൾ പറയുന്ന അതിന്റെ സ്പിരിച്വാലിറ്റി എവിടെ? അതിന്റെ രാഷ്ട്രീയം എടുക്ക്. രാഷ്ട്രീയം എടുത്തോ നിങ്ങൾ. മതത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പരിഹസിക്കുന്നത്? വിശപ്പാണോ മതം? ദാരിദ്ര്യമാണോ മതം? അതാണോ മതം? എങ്കിൽ ഞാൻ ബാലഗോപാലനോട് ചോദിക്കട്ടെ, നിങ്ങൾ പാടിയല്ലോ നിങ്ങളുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോ എന്താ പറഞ്ഞത്? മതമല്ല 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 പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. മിസ്റ്റർ ബാലഗോപാലൻ, നിങ്ങൾക്ക് എഹ്സാൻ ജഫ്രി അറിയുമോ? എഹ്സാൻ ജഫ്രി ഇന്ത്യയുടെ പാർലമെന്റിലെ മെമ്പറായ മനുഷ്യൻ, വലിയ സമ്പന്ന കുടുംബത്തിലെ മനുഷ്യൻ, വലിയ തറവാട്ടുകാരൻ. വയറെരിഞ്ഞിട്ടുണ്ടാവില്ല, വയറ് പൊരിഞ്ഞിട്ടുണ്ടാവില്ല. എഹ്സാൻ ജഫ്രിയുടെ പ്രശ്നം ദാരിദ്ര്യമല്ല, ഒരു ബജറ്റും വേണ്ട അദ്ദേഹത്തിന്. പക്ഷെ എഹ്സാൻ ജഫ്രിയുടെ പ്രശ്നം അയാൾ മുസ്ലിമായിരുന്നു. ബോറ മുസ്ലിമായിരുന്നു, മുസ്ലിമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പറെ ചുട്ടുകൊന്നത് അയാൾ മുസ്ലിമായതിന്റെ പേരിലാണ്. ബാലഗോപാലിനെ അറിയോ? റിയാസ് മൗലവിയെ കൊന്നത് മുസ്ലിമായതിന്റെ പേരിലാണ്. കൊടിഞ്ഞി ഫൈസലിനെ കൊന്നത്, അഖ്ലാഖിനെ കൊന്നത്, CAA കൊണ്ടുവന്നത്, ബാബരി മസ്ജിദ് തകർത്ത് കളഞ്ഞത്, വഖഫ് ഭേദഗതി ബില്ലിലൂടെ മുസ്ലിങ്ങളുടെ അവകാശത്തെ ഹനിച്ചത്. സജി ചെറിയാൻ മലപ്പുറത്തെ മെമ്പർമാരെ നോക്കിയിട്ട് നിങ്ങളും പറഞ്ഞത് മതമാണ്. മിസ്റ്റർ സജി ചെറിയാൻ, നിങ്ങൾ ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും നിങ്ങൾ സജി ചെറിയാനായതുകൊണ്ടാണ്. അതൊരു കുറ്റമൊന്നുമല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനസംഖ്യാ പ്രാതിനിധ്യമാണ് എവിടെ ഉണ്ടാവുക. മുസ്ലിങ്ങൾ കൂടുതലുള്ളടത്ത് അവരെന്നെ വരും, ക്രിസ്ത്യാനികൾ കൂടുതലുള്ളടത്ത് അവരെന്നെ വരും. ഇന്ത്യയുടെ പാർലമെന്റിൽ 80% ഹിന്ദു സഹോദരന്മാർ നിൽക്കുന്നത് ഒരു കടന്നുകയറ്റമല്ല, അതവരുടെ ജനാധിപത്യപരമായ പ്രാതിനിധ്യമാണ്. അതിനെയാണോ നിങ്ങൾ വർഗീയമാക്കാൻ നോക്കുന്നത്? അതാണോ? ഇനി ഒരൊറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ, സിമ്പിളായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ. ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. നാദാപുരത്ത് ലീഗും CPM-ഉം തമ്മിലാണ് അത്രേ തർക്കം, അല്ലേ? പിന്നെ എന്തിനാണ് മുസ്ലിം ഹിന്ദുവുമായുള്ള തർക്കം അതിനെ ആക്കുന്നത്? രാഷ്ട്രീയമുണ്ടോ അവിടെ? സഖാക്കള് പറ, ഞങ്ങളുടെ എത്ര സഹോദരന്മാരെ കൊന്നു അവിടെ? എന്തിന്റെ പേരില്? എരിയുന്ന പൊരിയുന്ന വയറുണ്ടോ അവിടെ? ബാലഗോപാല ഉണ്ടോ? അവിടെ ഇല്ലല്ലോ. അവിടെ നിങ്ങൾ എങ്ങനെയാ അതിനെ വർഗീയമാക്കുന്നത്? എങ്ങനെയാ വർഗീയാക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഞങ്ങൾ പറയുന്നത് നേരാണ്, സത്യമാണ്, നീതിയാണ്. അതുകൊണ്ടാണ് 4 കൊല്ലം മുമ്പ് കടപ്പുറത്ത് നടത്തിയ പ്രസംഗം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചപ്പോ
8 കൊല്ലം മുമ്പ് വർഗീയവാദിയാക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമം അന്നേ ദിവസം പൊളിച്ചടക്കി ഇന്ത്യയുടെ സുപ്രീം കോടതി എന്നെ മുമ്പിൽ ഇട്ട് തന്നത്. 4 കൊല്ലം മുമ്പ് കൊണ്ടുവന്നത് എന്തായിരുന്നു? ഞങ്ങള് ഈ സുപ്രീം കോടതിയിൽ കേസ് വരുന്നു എന്ന് പിണറായി വിജയൻ അറിയായിരുന്നു. സുപ്രീം കോടതി ഇതുപോലെ മാനേജ് ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ല. എത്ര പ്രാവശ്യമാണ് ലവ്ലിംഗ് കേസൊക്കെ മാറ്റി വെക്കണത്. അപ്പൊ അയാൾ വിചാരിച്ചു ഇതും അങ്ങ് ചെയ്ത് കളയാം. എന്നിട്ട് കോടതി വിധി വരുന്നതിന്റെ 2 ദിവസം മുമ്പ് സഭയിലൊരു പ്രസംഗം, ബാലഗോപാലന്റെ ഒരു വർത്താനം, എന്നിട്ട് ഞങ്ങളെ മൂക്കിലങ്ങ് വലിക്കാന്നുള്ളൊരു വിചാരം. അള്ളാഹുവിന്റെ സ്പർശം അറിയുന്ന ചില സമയങ്ങൾ ഉണ്ടാവും. അറിയോങ്ങള്, അള്ളാഹുവിന്റെ സ്പർശം അറിയുന്ന ചില സമയങ്ങൾ. ആ സമയത്ത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പാർട്ടി എന്നോട് പറഞ്ഞു അഴീക്കോട് പോയി മത്സരിക്കാൻ. മത്സരിച്ചു, ജയിച്ചു, ജനങ്ങളുടെ കൂടെ നിന്നു. ഒരു ദിവസം പോലും ഇതാ രണ്ടത്താണി ഉണ്ടല്ലോ അന്ന് സഭയില്, ഒരു ദിവസം പോലും ഞാൻ സഭ മുടക്കിയില്ല. എല്ലാ പണി കൊടുത്ത്, റോഡിന് റോഡും പാലത്തിന് പാലം, സ്കൂള്. എന്നെ തോപ്പിക്കാനപ്പോ MP രാഘവന്റെ മകനെ കൊണ്ടുവന്നു. ഞാൻ പകരം അതേ MP രാഘവന്റെ മകനെ തന്നെ കൊണ്ടുവന്നു. ആര്? ഈ നികേഷ് എന്ന് പറയുന്ന അഖില ലോക ഫ്രോഡിന്റെ സഹോദരൻ സുരേഷ് എനിക്ക് വേണ്ടി ഇറങ്ങി. MP രാഘവന്റെ പെങ്ങള് എനിക്ക് വേണ്ടി ഇറങ്ങി. നികേഷേ, നിങ്ങള് നിയമസഭയിലേക്ക് ഉയർന്നതിന് പകരം കിണറ്റിലേക്ക് ഇറങ്ങിപ്പോയി. ഞാനെന്ത് ചെയ്തതല്ലോ, ഞാൻ ഉത്തരവാദിയല്ലല്ലോ. ഓരോരുത്തൻ്റെ പോയത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണതിന് ഞാൻ ഉത്തരവാദിയാണോ? ഞാൻ ചോദിക്കട്ടെ നികേഷേ, വെറുപ്പൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ ദേഷ്യം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു നുണ പറഞ്ഞിട്ട് ആ നോട്ടീസ് നിങ്ങൾ വായിച്ചു നോക്ക്. 1-ാം ക്ലാസ്സിലെ മദ്രസയിൽ പോയോ പോലും പറയില്ല. വൃത്തികെട്ട നോട്ടീസ് ഇറക്കിയിട്ട് ഒരു SIയുടെ ഒത്താശയോടെ, ഇപ്പൊ അയാൾ CI ആണ്, ഒരു SIയുടെ ഒത്താശയോടെ നിങ്ങൾ ചെയ്ത കള്ളക്കളികൾ ഉണ്ടല്ലോ. 2018 നിങ്ങൾ എന്നെ അയോഗ്യനാക്കാൻ ശ്രമം നടത്തി. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് യോഗ്യത നേടി. പിന്നെ നിങ്ങൾ പിന്നെ ആക്രമിക്കാൻ വന്നത് ഈടിനെ കൊണ്ടോത്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ഓരോ വിധി വരുമ്പോഴും അള്ളാഹുവിന്റെ കരുത്ത്, കൂടെ നിൽക്കുന്ന കരുത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും മുനവർദങ്ങളൊക്കെ എപ്പോഴും വിളിക്കും, സാദിഖും ഗഫൂറൊക്കെ എപ്പോഴും കൂടെയാണ്. ഡൽഹിയിലടക്കം സംഘടന നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സാദിഖ് അലി തങ്ങൾ, ഹൈദർ അലി തങ്ങൾ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ്, രമേശ് ചെന്നിത്തല, എല്ലാവരും, അവർക്കൊക്കെ അറിയാം ജീവിതം കൊണ്ട് നമ്മളൊരു ലീഗുകാരല്ലേ. നമ്മൾ ആരെയെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിക്കുമോ? നമ്മൾ ഏതെങ്കിലും ഒരു മതത്തെ അപമാനിക്കാൻ ശ്രമിക്കുമോ? ലീഗായി നിൽക്കുന്നത് ലീഗിനോടുള്ള ബാധ്യതയുടെ പേരിലാണ്. അവിശ്വാസമാണ് നമ്മളെ വർഗീയവാദിയാക്കുക, നമ്മളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക. പക്ഷേ 3 തവണ നിങ്ങൾ ഓർക്കണം, വീട് റെയ്ഡ് ചെയ്തു. എന്നിട്ട് ഒരു കൂലിത്തല്ലുകാരനായ ഒരു പഴയ SFI-കാരൻ ED-യിലെ ഡെപ്യൂട്ടേഷന് വന്നപ്പോ അവന്റെ കയ്യിൽ കേസ് കൊടുത്തു. എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭാര്യനോട് ചോദിക്കുകയാണ്, ആ ED ഓഫീസറെ, എന്തിനാ ഇയാളെ കെട്ടിയത്? മോളെ കെട്ടിക്കാനായി. അപ്പോഴാ ചോദിക്കണത്. കുറച്ച് മുമ്പാണെങ്കിൽ ഒരു നിലപാടെടുക്കായിരുന്നു. ഭാര്യയുടെ വാപ്പയോട് ചോദിക്കുക, ഹറാസ്മെന്റിന്റെ അങ്ങേ അറ്റം, ചെയ്യാവുന്നതിന്റെ പരമാവധി, മീഡിയ മുറികളിൽ നിന്ന് വലിയ വിചാരണ. ഞാൻ കേരളത്തിലെ SFI-കാരായ DYFI-കാരുടെ മീഡിയ സുഹൃത്തുക്കളോട് പറയട്ടെ, ഞാൻ കുറച്ചു മുമ്പ് കുറച്ച് വൈകാരികമായി പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പറയണില്ല. ആരോട്? അരുണിനോട്, ഹർഷനോട്, സനീഷിനോട് ഒക്കെ DYFI-കാരാണ്. ഞാൻ പറയണു, സുപ്രീം കോടതിയിൽ നിന്ന് വിധിയും വാങ്ങിയിട്ട് ഇതാ ഒരു ലീഗുകാരൻ എന്ന നിലക്ക് ഞാൻ അഗ്നിശുദ്ധി വരുത്തിയിട്ട നിൽക്കണത്. പറഞ്ഞ തോന്നിയാസത്തിനൊക്കെ ഉളുപ്പും നീതിബോധവും ഉണ്ടെങ്കിൽ ഒരു മാപ്പെങ്കിലും പറയാൻ ശ്രമിക്ക് നിങ്ങൾ ആരെങ്കിലും. നിങ്ങളൊക്കെ അതെനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിൽ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചോദിക്കും, കൂടക്കുന്നവരൊക്കെ ചോദിക്കും, എന്തിനാത്, നീ എന്തിനാ എങ്ങനെയൊക്കെ പറയണത്? അയാൾ ഭയങ്കരനാണ്. സാധാരണ എല്ലാവർക്കും ഒരു ചങ്കാണ്, മൂപ്പർക്ക് 2 എണ്ണം ഉണ്ട്. സൂക്ഷിക്കണ്ടേ, ഭയങ്കര സംഭവമാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ വരെ അയാളുടെ മുമ്പിൽ മുട്ടുപറച്ച് നിൽക്കും. പാർട്ടിയിലെ DYFI നേതാക്കന്മാരൊക്കെ അയാളെ മുമ്പ് പോകുമ്പോൾ മൂത്രൊഴിച്ചു പോകുന്നു പേടിച്ചിട്ട് സ്നഗ്ഗിട്ട് പോകലാണ്. അമ്മാതിരി ഭീകരനാണ്. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് പേടിച്ച് നോക്കാന്ന്. പക്ഷെ കണ്ടാൽ എനിക്ക് ചിരി വരും. എന്താ അറിയില്ല, എനിക്ക് ഇയാളെ കണ്ടാൽ ചിരി വരും. സത്യത്തിൽ അയാൾ എന്തൊരു കോമഡിയാണ്. അയാൾ ഒരു 100 ചില്ലാൻ വണ്ടിയായിട്ട് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ഭീരുവല്ലേ അയാൾ. ആലോചിച്ചു, ഇയാളാണ് ഇരട്ടച്ചങ്ക്. സ്വന്തം ഒരു ആംബുലൻസ് എപ്പം ഏതോ കാലത്ത് പിടിക്കാൻ പോകുന്ന തീക്കും വണ്ടി ആംബുലൻസിനെ കൊണ്ടു നടക്കുക. എന്താ ഫയർ സർവീസിനെ കൊണ്ടു നടക്കുക.
ആംബുലൻസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്. ഇതെപ്പോഴും ബാക്കിൽ ആംബുലൻസ് ഏറ്റുവിട്ട് നടക്കുക. ഈ ജാതി ഒരു ഫൂള്. ഇയാളെ സഖാക്കൾ പേടിക്കുന്നതല്ലാതെ ഞങ്ങൾ എന്തിനു പേടിക്കണം? പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. സലീം കുമാർ പറഞ്ഞ മാതിരി തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. നിയമസഭയിൽ അയാളെ മക്കളെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് സൂക്ഷിക്കണമായിരുന്നു. മക്കളെ അയാൾക്ക് അത്രക്കിഷ്ടാണ്. അതുകൊണ്ട് അയാൾ പീഡിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അയാൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സഖാവ് പിണറായി വിജയ, നിങ്ങൾ അറിയാതൊരു കാര്യം പറഞ്ഞു. 5 കൊല്ലം മുമ്പ് ആ സഭയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ടും മെനഞ്ഞാന്ന് ആ സഭയിൽ എൻ്റെ പേരുച്ചരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലെ ഭയം ഉണ്ടല്ലോ, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ സഭയിലില്ല, 5 കൊല്ലായിട്ട് പുറത്താണ് അല്ലേ? എന്നിട്ടും ആ സഭക്കകത്തിരുന്ന് പുറത്തിരിക്കുന്ന രാജ്യത്തിന്റെ അധികാരത്തിന്റെ സകല പ്രിവിലേജും ആസ്വദിക്കുന്ന പിണറായി വിജയൻ അവിടുന്ന് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ ചെയ്ത പീഡനം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്, ഓർത്തു വെച്ചോ. നിങ്ങൾ മറക്കൊന്നില്ല. എൻ്റെ കേസൊക്കെ പോയി, ഒരുപാട് കേസുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ, മെനഞ്ഞാന്ന് പോലും എൻ്റെ പ്രശ്നം സഭയിൽ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിരോധിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. നമ്മളുടെ വാക്ക് കൊണ്ടൊക്കെ ഇവർക്കൊരു വിഷമം ഉണ്ടാവുമോ? നമ്മളെ നേതാക്കന്മാർക്ക്, തങ്ങൾക്ക്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു വിഷമം ഉണ്ടാവുമോ? വിഷമാണ് നമുക്ക്. നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്, എൻ്റെ പേരിൽ തന്നെ കുടിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, 1000 വട്ടം തല ഉയർത്തി പിടിച്ചോളൂ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർത്തോ പിണറായി വിജയ, KM ഷാജി സകല കേസുകൾക്കും ക്ലീൻ ചിറ്റ് വാങ്ങിയിട്ടാണ് ഇവിടെ അങ്ങനെ നിൽക്കുന്നത്. എന്നാൽ പിണറായി വിജയ എത്ര മാറ്റി വെച്ചാലും അങ്ങയുടെ തലയുടെ മുകളിൽ ഡെമോക്ലീസിന്റെ വാള് പോലെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയട്ടെ, ഒരു പോരാട്ടത്തിന് സജ്ജമാവാനാണ്, ഒരു ചരിത്രത്തെ നിർത്തിവെക്കാതെ തുടരാനാണ് നിങ്ങളുടെ ബാധ്യത. അത് ഏറ്റെടുക്കാൻ കഴിയണം. വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു വലിയ ലക്ഷ്യമാണ്. അവർ പറയുന്ന അജണ്ടയിൽ വീണു പോകരുത്. എന്തൊക്കെ പ്രകോപിപ്പിച്ചാലും ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിനോ സ്നേഹത്തിനോ രാജ്യത്തിന്റെ പുരോഗതിക്കോ നമ്മളുടെ വാക്കും നോട്ടവും കൊണ്ട് ഒരു പരിക്കു പറ്റാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നെഞ്ചിൻ കൂട്ടിൽ ഉറപ്പിച്ചു പോകാൻ MSFകാരെ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ പൊന്നനുജന്മാരായി പൊന്നനുജത്തിമാരായ MSFകാരാവുക. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. റാപ്പ് സോങ്ങിനുള്ള